ഹലോ ഗൈസ്, ചില കാര്യങ്ങൾ മറക്കാൻ പറ്റില്ല. അങ്ങനെ മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളിലും കൂടെ നിന്നിട്ടുള്ള സ്നേഹബന്ധങ്ങളെ പറ്റിയും എൻ്റെ കൂട്ടുകാരെ പറ്റിയും പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് പറയാനായിട്ട് വലിയ മഹാനൊന്നല്ല, പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്താണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് പറയാനുള്ളത് എന്നെ ഞാനാക്കിയ എൻ്റെ നല്ല സുഹൃത്തുക്കളെ പറ്റിയാണ്. എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് 20 വയസ്സായിരുന്നു പ്രായം. കഴിഞ്ഞ എൻ്റെ ജീവിതത്തിലെ 11 കൊല്ലം. ആൻഡ് ദിസ് പാസ്റ്റ് 11 years was the time I molded myself through all the ups and downs. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വളരെ സ്നേഹം നിറഞ്ഞ ആളുകളെ കുറിച്ച്, സ്നേഹബന്ധങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണല്ലോ ഈ ഫോട്ടോസിന് പകരം റീലും വീഡിയോസൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആവുന്നത്. പണ്ട് ഞങ്ങളുടെ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടലായിരുന്നു ട്രെൻഡ്. അന്ന് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ എപ്പോൾ വിളിച്ചാലും ചിച്ചു, എൻ്റെ കൂട്ടുകാരൻ ഷെഹിൻ, എപ്പോൾ വിളിച്ചാലും അവനൊരു ക്യാമറ ആയിട്ട് ഓടി വരും. എത്ര ഫോട്ടോ വേണമെങ്കിലും എനിക്ക് എടുത്തു തരും. അത് എഡിറ്റ് ചെയ്തിട്ട് മെയിലാക്കി അയച്ചു തരും. ഒരിക്കലും അവൻ അതിനൊരു നോ പറയാറില്ല. ഞാൻ വിളിച്ച ഓൺ ദ സ്പോട്ടിലാൻ വരാറുണ്ട്. 3.5 വയസ്സ് തൊട്ട് LKG പ്രായം തൊട്ട് തുടങ്ങിയ കമ്പനിയാണത്. പിന്നെ പണ്ട് പ്രേമിച്ച് ലൈൻ അടിച്ച് നടന്ന സമയത്തെ പെൺകുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ കയ്യിൽ പൈസ ഇല്ല. കാരണം വാലന്റൈൻസ് ഡേ ആണ്, എൻ്റെ പോക്കറ്റ് കാലി. അപ്പോൾ ഞാൻ അമൽബായിനെ വിളിക്കും. അമൽബായൻ ആർക്കൈവ്സിൽ കൊണ്ടുപോയിട്ട് എന്ത് സാധനങ്ങളൊക്കെ വേണോ അതൊക്കെ മേടിച്ചു തരും. അമൽബായിൻ്റെ ചേട്ടനാണ് കസിൻ. പണ്ടെപ്പോഴോ ഹോസ്റ്റലിൽ ഇടുന്ന സമയത്ത് പനി പിടിച്ച് ഹോസ്റ്റലിൻ്റെ ഒരു മൂലയിരിക്കുന്നു ഞാനും എൻ്റെ കൂട്ടുകാരൻ ഫാസിലും. നല്ല പനി, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോൾ എന്നെ അവനെയും കൊണ്ട് അന്ന് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കൈ പിടിച്ചുകൊണ്ടുപോയ ഷെഫീർക്ക. പുള്ളി എൻ്റെ സീനിയറാ. ഏതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഫണ്ടും കൊടുത്ത് ഒരു ചിരിയും പാസ്സാക്കി തമാശയും പറഞ്ഞ് പുള്ളി പോയി. മനസ്സിനൊരു സുഖമില്ല എന്ന് ഞാൻ ഫോൺ വിളിച്ച് പറയേണ്ട കാര്യമില്ല. എൻ്റെ കോൾ എടുത്ത് എൻ്റെ ശബ്ദം കേട്ട് ഞാൻ ആയിട്യൂഷന് മനസ്സിലാവും എന്തോ പ്രശ്നം ഉണ്ടെന്ന്. അവനപ്പം തന്നെ ചോദിക്കും, ഇല്ലെങ്കിൽ അവൻ ചോദിച്ചറിയും എൻ്റെ. UK വന്നിട്ട് ഒരിക്കൽ ഇങ്ങനെ ജോലിയൊക്കെ പോയി അകത്തിണ്ടിപ്പോയ ഒരവസ്ഥ വന്നു. വീട്ടിൽ പോലും പറയാൻ പറ്റില്ല, മൈൻഡ് വന്നില്ല. അന്നും ഇന്നും ഫോൺ കോളിൻ്റെ അങ്ങേ തലക്കിൽ സഫാനുണ്ടായിരുന്നു. ഞാൻ കാര്യം പറഞ്ഞതിന് മുന്നേ എൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ടും അവൻ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അനന്തനോട് എനിക്ക് ഇതാണ് ആവശ്യം, ഇതാണ് കാര്യം എന്ന് പറയേണ്ടി വന്നിട്ടില്ല. സമൺ ക്യാൻ റീഡ് മൈ മൈൻഡ്. എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ ഫോണിൻ്റെ അങ്ങേ തലയ്ക്ക് അവനുണ്ടാവാറുണ്ട്. പിന്നെ ഇർഫാനും നാട്ടിലുള്ള തളിക്കുളത്തുള്ള എൻ്റെ പല സുഹൃത്തുക്കളും ഫോൺ വിളിക്കേണ്ട കാര്യം പോലും ഇല്ല. ഒന്ന് ചിന്തിച്ചാൽ മതി, പലരും വീട്ടിലുണ്ടാവും. ഇനിയും പലരും ഉണ്ട്, വിട്ടുപോയതല്ല, ഉള്ളിലുണ്ട്. സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ മരണശേഷം ആ കുറവ് എനിക്ക് തോന്നാഞ്ഞത് ഇങ്ങനെ പലരും ലൈഫിലുള്ളതുകൊണ്ടാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പലരും എനിക്ക് താങ്ങായി നിന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സംതിങ് ബോയ്സ് യൂസ് ടു കോൾ ആസ് ബ്രദർഹുഡ്. പിന്നെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന സുഹൃത്തെ, ഇത് നിന്റെ മനസ്സിൽ വരുന്ന ആ കൂട്ടുകാരന് നീ ഒന്ന് അയച്ചു കൊടുക്കണം. അവനറിയട്ടെ അവൻ നിനക്ക് വളരെ 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 പ്രിയപ്പെട്ടവനാണെന്ന്. എന്നാൽ പിന്നെ ശരിയുടെ മോനെ, ഓക്കെ. അപ്പോൾ